നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ അക്ഷരം ഒളിവാകുന്നത്. എത്രമാത്രം പഠിക്കാനും ചിന്തിക്കാനും അറിയാനുണ്ട്. അതിനേക്കാളും വലിയ രസാണ് യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പള്ളിന്റെ കുറച്ചപ്പുറത്തായിട്ട്, പള്ളിയൊന്നുമല്ല. അപ്പൊ നമ്മളെ കുടുംബക്കാരിൽപ്പെട്ട സ്ത്രീകൾ നിസ്കരിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് അവരങ്ങോട്ടാക്കി കൊടുത്തതാണ്. അപ്പൊ അവരെ കൂടെയുള്ള ചെറിയ കൈകുഞ്ഞിനെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അവർ നിസ്കരിക്കുന്നവരെ. അപ്പൊ വലിയ രസം, അവിടെ നിസ്കരിക്കുന്നു കുറെ ആളുകൾ. എങ്ങനെ നിസ്കരിക്കുന്ന? നിസ്കാരക്കുപ്പായ അവിടെ ഉണ്ട്, പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. അവരെങ്ങനെ നിസ്കരിക്കുന്നത്? അവര് ധരിച്ച പർദ്ദ കൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ പർദ്ദക്കൊരു കൈയുണ്ട്. ആ കൈ മേലോട്ട് ഉയർത്തുമ്പോ കൈ ഇതാ മുട്ടും കൈ വരെ താഴോട്ട് താഴ്ന്നു പോകും. അത്രയും ലൂസായ കൈയാണ്. അവരെ കാഴ്ചപ്പാടിൽ ഇപ്പൊ എന്താണ്? നമ്മൾ ധരിച്ചിട്ടുണ്ടല്ലോ, അതാ പറയണ്ടല്ലോ, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് കൈ വെക്കുമ്പോഴേക്ക് നിസ്കാരം കഴിഞ്ഞു. പിന്നെ അപ്പുറത്ത് നിസ്കരിക്കുന്ന വേറൊരാള് ആ കിട്ടിയ തട്ടം കൊണ്ട് ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊതിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോ മുഖമൊക്കെ നല്ല റെഡിയിലുണ്ട്, പക്ഷെ പിൻഭാഗത്ത് നല്ലോണം വെളിവാകുന്നുണ്ട്. പെരടി ഇവിടൊക്കെ റെഡിയാണ്, മുടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെച്ചിന്. പിൻഭാഗത്ത് പുറം ഭാഗത്ത് ഓപ്പണാ. നിസ്കാരം ശരിയാവൂ? മറക്കേണ്ടത് മുഴുവനും മറക്കണ്ടേ? സ്ത്രീ ഒളിവാക്കേണ്ട രൂപത്തിലുള്ളത്, കാര്യമായിട്ടുള്ളതും മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറക്കണ്ടേ? സുജൂദിൽ കാര്യം ഒളിവാക്കാൻ പറ്റുമോ? ഉമ്മമാരെ അതൊക്കെ നല്ലോണം അറിവും ബോധ്യം ഉണ്ടെങ്കിലല്ലേ നിസ്കാരം ശരിയാകുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നിസ്കാരം സുബ്ഹാനല്ലാഹ് നന്നായി പഠിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല പക്വത വരുന്നൊരു സമയത്ത് അവരെ പിന്തിരിപ്പിക്കരുത്. ഹൈലും നിഫാസും ഇസ്തിഹാദത്തൊക്കെ പെൺകുട്ടികൾക്ക് നന്നായി വിശദമായി പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളൊക്കെ 8ാം ക്ലാസ്സിലുണ്ട്. 9ലും 10ലൊക്കെ കുടുംബജീവിതം നയിക്കേണ്ടത്, അതുപോലെ തന്നെ സന്താന പരിപാലനം, ബാപ്പമാരെ ഉമ്മമാരെ പരിരക്ഷിക്കേണ്ടത്, അയൽപക്ക ബന്ധം ചേർക്കേണ്ടത്, കുടുംബക്കാരുമായി സഹവസിക്കേണ്ടത്, സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് പഠിക്കാൻ ആള് വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്, ആമുഖമായി പറഞ്ഞത്, ഇൽമിന്റെ വിഷയത്തിൽ പിറകോട്ട് പോകരുത്. ഇൽമാണ് ഏറ്റവും കാതലായത്.